Namaskaram. Welcome to Kochi, Marriott. My name is Jaggery. Today we're going to make a special dessert known as Vattalappam. It's made out of jaggery, coconut milk and egg. First we'll make caramel. പാൻ ചൂടാക്കി അതിലേക്ക് ഷുഗർ ഇട്ട് പയ്യെ സ്റ്റിർ ചെയ്ത് അതിനൊരു കാരമൽ ഒരു പെർഫെക്റ്റ് കളറിലേക്ക്. കാരമൽ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഈ ഡെസേർട്ട് നമ്മൾ 2 സ്റ്റെപ്പായി ഉണ്ടാകുന്നു. ഒന്ന് കാരമൽ നമ്മൾ ബേസ് ഉണ്ടാക്കി ഇടയ്ക്ക് വെക്കുന്നത്, പിന്നെ അതിൻ്റെ മിക്സ്ചർ നമ്മൾ മിക്സ് ചെയ്ത് ആ കാരമൽ ബേസിലേക്ക് പോർ ചെയ്യുന്നു. റൈറ്റ് ടൈമിലെടുത്ത് നമ്മളത് ഓൺ സ്പോട്ട് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇതിനകത്ത് പോർ ചെയ്യണം, അല്ലെങ്കിൽ അത് തിക്കായി പോകും. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മിക്സ്ചർ, അതായത് കോക്കനട്ട് മിൽക്ക്, ജാഗറി പിന്നെ എഗ്ഗുമായിട്ടുള്ള മിക്സർ ഉണ്ടാക്കിയിട്ട് ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോകുന്നു. 1 ലിറ്റർ മിൽക്ക്, കോക്കനട്ട് മിൽക്ക്, അതാണ് നമ്മൾ ബേസായിട്ട് പറയുന്നത്, കാൽക്കുലേഷൻ പറയുന്നത് റേഷ്യോസിൽ. 1 ലിറ്റർ കോക്കനട്ട് മിൽക്കിൽ 11 to 12 eggs, പിന്നെ 350 ml ജാഗരി സിറപ്പ്, ഇതാണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. ഇത് ഓൺലി നമ്മൾ 2 എഗ്ഗിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 150 ml കോക്കനട്ട് മിൽക്കാണ് ഇതിന് വേണ്ടത്. ഈ വട്ടലപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ മെഷർമെൻറ്റ് പ്രോപ്പറായ മാത്രമാണ് അതിൻ്റെ പ്രൊഡക്റ്റ്, ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ വട്ടലപ്പം കൺസിസ്റ്റൻസി അതിൻ്റെ പ്രോപ്പറായിട്ട് വരത്തുള്ളൂ. അപ്പോൾ മെഷർമെൻറ്റ് അങ്ങോട്ടോട്ട് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി, അതിൻ്റെ ടേസ്റ്റ്, ടെക്സ്ചറും കംപ്ലീറ്റ് മാറി വരിക്കും. ഒരു 150 ml ഫ്രഷ്ലി സ്ക്യൂസ്ഡ് കോക്കനട്ട് മിൽക്ക്, 2 eggs, to 50 ml Jaggery Syrup. നമ്മൾ വിസ്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കും വിസ്ക് ചെയ്യേണ്ടത്. ഷുഡ് നോട്ട് ബി ലൈക്ക് ഓപ്പോസിറ്റ് ഓർ വൈസ്. ഇതിനകത്തേക്ക് പൗഡേർഡ് കാർഡമം, അതായത് ഏലക്കാപ്പൊടി കുറച്ച് ചേർക്കും, നമ്മളൊരു കേരള ടച്ചിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട്. ഇതിന് നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന മോൾഡിനകത്തേക്ക് നമ്മൾ പോർ ചെയ്യുന്നു. $15 minutes 120 ഡിഗ്രിയിൽ ഓവനിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇത് നമ്മൾ ഓവനിൽ നിന്ന് 15 minutes സ്റ്റീം ചെയ്ത് നമ്മൾ അകത്ത് വെച്ച് തണുപ്പിച്ച് എടുത്താണ്. കാരണം ഇത് തണുക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരും. നമുക്ക് വേണമെങ്കിൽ റൂം ടെമ്പറേച്ചർ സെർവ് ചെയ്യാം. ഇത് നമ്മൾ ഡിമോൾഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ. നൈഫ് വെച്ച് ചെറുതായിട്ടൊന്ന്
റൗണ്ട് ചെയ്യുക. ഇത് വളരെ ഒരു യുണീക്കായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. നമ്മളൊരു ലോക്കൽ ഡെസേർട്ട്, നമ്മൾ സാധാരണ പായസം അല്ലെങ്കിൽ അതുപോലുള്ള ഡെസേർട്ടിന് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളൊരു വേല് കുക്ക് ചെയ്യുന്നൊരു കേരള ഡെസേർട്ടാണിത്.